ഈ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്ന സമയത്തും ആനയുടെ ശല്യം ഉണ്ടാവുന്നു. എല്ലാ ദിവസവും ആനയെ പേടിച്ച് ഏണി ചാരി വയ്ക്കേണ്ടി വരുന്നൊരവസ്ഥയിൽ ജീവിക്കുന്നു. 100 കുടുംബങ്ങളുണ്ട് ആ ഭാഗത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ ഫാം ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ഇവിടെയുള്ള ആദിവാസി കുടുംബങ്ങൾക്ക്. പക്ഷേ ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. പതിവ് പോലെ അവർ അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആനമതിലിൻ്റെ പണി എങ്ങും എത്തിയിട്ടുമില്ല. ഇതിപ്പോൾ പ്രതിഷേധത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ് അർജുൻ? UDF-ൻ്റെയും BJP-യുടെയും ഹർത്താലുണ്ട് പ്രദേശത്ത്. സർവകക്ഷി യോഗത്തെക്കുറിച്ചുള്ള സാധ്യതകളുണ്ട്. ഇന്ന് പ്രതിഷേധം ശക്തമാകുമോ എന്നുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും വലിയ പ്രതിഷേധമാണ് ഇന്നലെ തന്നെ ഇവിടെ കണ്ടത്. അതായത് ഈ ആറളം ഫാമിൽ ഇന്നലെ ഈ 2 പേരുടെയും മൃതദേഹം കൊണ്ടുപോകാൻ വേണ്ടി അനുവദിക്കാതെ നാട്ടുകാർ ആംബുലൻസ് ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് രാത്രി ഏകദേശം ഒരു 11:30 മാത്രമാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധം ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത മുന്നിൽ കാണുന്നത്. മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആറളത്തേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും UDF-ഉം അതുപോലെ തന്നെ BJP-യും ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കീഴ്പള്ളിയും ആറളം പഞ്ചായത്തിലെ വിവിധ മേഖലകളും ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട്. കടകളൊന്നും തന്നെ നമ്മൾ വരുന്ന വഴിയിൽ കടകളും അതുപോലെ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്ന് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും ഈ ഹർത്താലിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇവരുടെ ജീവിതം വലിയ കഷ്ടമാണ്. അവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വ്യാപാരികളോട് സാധാരണ എല്ലാ സ്ഥലത്തും ഹർത്താൽ എന്ന് പറയുമ്പോൾ അതിനോട് വ്യാപാരികൾക്കെങ്കിലും ഒരു എതിർപ്പുണ്ടാകും. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഉപരിയായി ഈ ആറളത്തെ മനുഷ്യന്മാരോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടുള്ളൊരു സമീപനം ഈ വ്യാപാരികളുടെ ഭാഗത്തു നിന്നൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാവും. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പങ്കെടുത്തുകൊണ്ടുള്ള സർവകക്ഷി യോഗം നടക്കുന്നത്. ആ യോഗത്തിനകത്ത് ഇവരുടെ ആദിവാസി സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ശക്തമായ രീതിയിൽ ആനമതിലിൻ്റെ പണിയാണ് ഏറ്റവും പ്രധാനമായി ഇവർ സൂചിപ്പിക്കുന്നത്. ആ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഇത്ര സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള കാര്യം ശക്തമായി തന്നെ ആവശ്യപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. UDF-ഉം അതുപോലെ തന്നെ BJP-യും മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം ഈ ആവശ്യത്തിന് ഈ ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് പുറമെ ഈ ആറളം ഫാമിൻ്റെ ഈ പുനരധിവാസ മേഖലയ്ക്ക് ചുറ്റും ഫെൻസിങ് നിർബന്ധമായും സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. ഫാമിലോട്ടൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അവിടെ തൊട്ടടുത്ത് കുറച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ വഴിയൊക്കെ വേണമെങ്കിൽ അവർക്ക് പോകാം. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ഈ ഭൂരഹിതരായിട്ടുള്ള ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു സ്ഥലം എന്ന നിലയിലാണ് എടുത്തത്. ആ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് തോന്നുന്നു അർജുൻ കല്യാൺ. ഈ ഫാം എന്ന് പറയുമ്പോൾ കൂടുതലും കാഷ്യൂ ആണോ അവിടെയുള്ളത്? അരുൺ, അത് ഓരോ മേഖലയിലാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കശുവണ്ടി കൃഷി തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിളയായി ഇവിടെ ഉള്ളത്. ഈ ആറളം ഫാമിലെ ആദിവാസി കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമി വീതമാണ് പലയിടങ്ങളിലും പതിച്ച് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ 1 ഏക്കർ ഭൂമിയിൽ അവരുടെ ആദായങ്ങൾ എടുക്കുന്നു, അത് ശേഖരിക്കുന്നു. പക്ഷേ അവരെല്ലാം പറയുന്നത് ഇതിനകത്ത് ആനയും കാട്ടുപന്നിയും അതുപോലെ തന്നെ മറ്റു മാനുകൾ അങ്ങനെയുള്ള വന്യജീവികൾ തുടർച്ചയായി എത്തുന്ന ഘട്ടത്തിൽ ഒരു തരത്തിൽ പോലുമുള്ള വിളവുകൾ ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി അവരെല്ലാം പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഭൂമി നമുക്ക് നൽകിയിരിക്കുന്നത്? സാധാരണ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ആദായം നമുക്ക് ലഭിക്കും എന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് നമ്മളെല്ലാം ഇവിടെ വന്ന് താമസിക്കുന്നത്. പക്ഷേ ആനയും കാട്ടുപന്നിയും അതുപോലെ തന്നെ മാനുകളുമൊക്കെ എത്തി എല്ലാ വിളകളും, ആന വന്നു വാഴ നശിപ്പിക്കുന്നു, കശുവണ്ടി നശിപ്പിക്കുന്നു, അതുപോലെ തന്നെ കാട്ടുപന്നി വന്ന് അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന കപ്പയും ചേമ്പും കാച്ചിലുമൊക്കെ നശിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇതിങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു പറമ്പാണ്. ഒരു വനപ്രദേശം പോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാടുകൾ, മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതിനോട് ചേർന്നാണ് ഈ പറയുന്ന ഈ കൃഷി മേഖല അല്ലെങ്കിൽ ഫാമിൻ്റെ പല മേഖലകളും ഉള്ളത്. ഇതിനകത്ത് 1 ഏക്കർ ഭൂമി വീതമാണ് ഓരോ കുടുംബങ്ങൾക്കും പതിച്ചു നൽകിയത്. ഇതിനകത്ത് ഓരോ വീടുകളായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു വീട്, ആ വീടിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഓരോ കുടുംബത്തിനും പതിച്ചു നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ പലപ്പോഴും ഇവർക്ക് താമസിക്കാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം ഇവർക്ക് ഈ വന്യജീവി ആക്രമണത്തിൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടും ആറളം അതിന്റെ ലക്ഷ്യം നിറവേറ്റിയിരുന്നെങ്കിൽ. പക്ഷെ 14 പേരുടെ ജീവൻ ഇതിനകം തന്നെ കുരുതി കൊടുക്കേണ്ടി വന്നു. അർജുൻ, അവിടെയുള്ള ഈ ആനമതിലിന്റെ നിർമ്മാണം എവിടം വരെ എത്തി? അത്തരം കാര്യങ്ങൾ കൂടി വരുന്ന ബുള്ളറ്റിനുകളിൽ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാമെന്ന് കരുതുന്നു. അർജുൻ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ ഒരു തവണ ഈ ക്യാമ്പയിൻ ചെയ്ത സമയത്ത് ഈ പ്രദേശത്തിന്റെ ദുരവസ്ഥ പ്രേക്ഷകരോട് കൃത്യമായി തന്നെ വിശദീകരിച്ചിരുന്നു. നേരത്തെ തന്നെ ഈ അപകടം നമ്മൾ മുന്നിൽ കണ്ടതാണ്. ആറളം ഫാമിൽ എല്ലാ ദിവസവും കാട്ടാന വരും. നമ്മളൊക്കെ ഉത്സവത്തിന് എഴുന്നള്ളത്തിന് ആന പോകുമ്പോൾ ഇങ്ങനെ കണ്ടു നിൽക്കുന്നത് പോലെ
പോലെ ആറളം ഫാമിലി ആദിവാസികളൊക്കെ എഴുന്നേറ്റ് നിന്ന് വീടിന് പുറത്തേക്ക് നോക്കുമ്പോൾ ആന ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും എന്നാണ് അവിടെ ആ വീട്ടമ്മ പറഞ്ഞതും. അവർക്ക് കുട്ടികളെ സമാധാനത്തോടുകൂടി സ്കൂളിൽ അയക്കാൻ കഴിയുന്നില്ല, കശുവണ്ടി ശേഖരിക്കാൻ പോകാൻ കഴിയുന്നില്ല, അവർക്ക് തൊഴിലേ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. 100 കുടുംബങ്ങളെ അവിടെ പുനരധിവസിപ്പിക്കാൻ ശ്രമിച്ചതാണ് സർക്കാർ. പക്ഷേ എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ടില്ല. ആനമതിൽ ഭീതിയോടുകൂടിയാണ് മനുഷ്യർ കഴിയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആന വരുമ്പോൾ വീടിൻ്റെ പുറപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ഏണിയും ചാരി ജീവിക്കുന്ന ഒരു കൂട്ടർ ജീവിക്കുന്ന നാടാണ് കേട്ടോ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ആരെയാണ് ചേർത്ത് പിടിച്ചത്, ആരെയാണ് സംരക്ഷിച്ചത് എന്ന വലിയ ചോദ്യമുണ്ട്. ഒരു മാതൃകാ സെറ്റിൽമെൻറ്റ് പദ്ധതിയായിട്ട് ആറളത്തെ പ്രഖ്യാപിക്കാൻ സർക്കാരിന് കഴിയണമായിരുന്നു. അതൊക്കെ ലോകത്തിന് മുന്നിൽ നമ്മൾ കൊടുക്കുന്ന വലിയ മാതൃകയാകുമായിരുന്നു. ഇത്രയും അധികം ചെറുപ്പക്കാർ, ഇത്രയും അധികം മനുഷ്യർ ഒരു പ്രദേശത്ത്, അതും കേന്ദ്ര സർക്കാരിൽ നിന്ന് ആ ഭൂമി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മളത് ചെയ്തില്ല. നമ്മൾ പാതി വഴിയിൽ ഇട്ടുപോകും എന്നുള്ളതാണ് കാര്യങ്ങൾ. എന്തായാലും കൂടുതൽ വാർത്തകൾ വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. വള്ളിയുടെയും ലീലയുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബങ്ങൾക്ക് വിട്ടു നൽകും. മറ്റു പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് വഴിയറിയാം.